ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ. ഞാൻ കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് കൂൺ എൻ്റെ വീട്ടിൽ കിട്ടിയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തന്ന് വിട്ടതാണ്. അപ്പോൾ അത് ഞങ്ങൾ വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആയതുകൊണ്ട് കേട്ടോ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് അരിഞ്ഞെടുത്ത് വെള്ളത്തിലിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. വെള്ളം എല്ലാം കളഞ്ഞ് ചെളിയൊക്കെ കാണുമല്ലോ കൂൺ പറമ്പിലൊക്കെ അല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കഴുകി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി കൂൺ കിട്ടുമ്പോൾ ഒരു തവണ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും കഴിച്ചിട്ടുള്ളത് കൂൺ തോരൻ വെച്ചിട്ടാട്ടോ, തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മളിത് മഞ്ഞൾപ്പൊടിയിൽ തിരുമ്മി വെക്കും. എപ്പോഴും ഏത് കൂൺ കിട്ടിയാലും നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊടിയിൽ തിരുമ്മി വെക്കണം. കാരണം പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നല്ല എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയിൽ ഒരു 10-15 മിനിറ്റ് മസ്റ്റായിട്ടും തിരുമ്മി വെക്കണം. അപ്പോൾ ഞങ്ങളിത് നന്നായിട്ട് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ഞങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം എന്തായാലും വെച്ചിട്ടുണ്ട്. പക്ഷേ കൂണിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി പിന്നെയും കഴുകും കേട്ടോ. കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കാരണം വെള്ളത്തിൻ്റെ അംശം ഇരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂൺ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് ആകെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി. ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത്. അതും വെച്ച് നന്നായിട്ട് തിരുമ്മി എടുക്കുക. കാരണം ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറയുകയാണ്, നമുക്ക് ഇതിനകത്തേക്ക് ആകെ വേണ്ടത് ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടാലും പ്രശ്നമില്ല. ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാട്ടോ ഇട്ടത്. ആവശ്യത്തിന് എരിവും കാണും, കുഴപ്പമില്ല. അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞങ്ങളിപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾക്കിനിപ്പം വെളിച്ചെണ്ണ എടുക്കാൻ പറ്റത്തില്ലാത്ത കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ നാടൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിനകത്ത് കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് കറിവേപ്പിലയുടെയും ആ പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പം ഒരു അപാര കിടിലൻ സാധനം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കൂണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെക്കാം നമുക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യണേ. അതിനുശേഷം നമുക്കിത് മൂടി കൊടുക്കാം. മൂടി ഇരുന്ന് നന്നായിട്ട് ആ ആവിയിലും ആ വെളിച്ചെണ്ണയിലും ഒക്കെ ഇതിരുന്ന് വേകട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരിച്ചിരി എണ്ണ ഞങ്ങൾക്ക് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അവൻ ഒഴിച്ചപ്പോൾ. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് വറ്റിയെടുത്ത് വല്ലപ്പോഴും ഒക്കെ അല്ല നമ്മളിങ്ങനെ ഇത്ര എണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. വൃത്തിയല്ല എങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ഫൈനലി നമ്മുടെ കൂൺ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.